നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പേരാവൂരിൽ കെ ശൈലജയെ മത്സരിപ്പിക്കാൻ LDF. നിലവിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റായ പേരാവൂരിൽ LDFന്റെ ശക്തമായ സ്ഥാനാർത്ഥിയായി കെ ശൈലജ എത്തുന്നതോടെ പേരാവൂരിൽ കടുത്ത പോരാട്ടമാണ് നടക്കുക. മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല. കണ്ണൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇരിവിപ്പുറത്തെ RSP സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ലെന്ന് കാട്ടി VD സതീശന് കത്ത് നൽകി കോൺഗ്രസ്. പെരിന്തൽമണ്ണ വലിയങ്ങാടി സ്വദേശി പെരുമ്പുള്ളി പാത്തൂട്ടി നിര്യാതയായി. ചന്ദ്രിക മുൻ പത്രാധിപർ പരേതനായ കല്ലിങ്ങൽ അബ്ദുവാണ് ഭർത്താവ്. കോഴിക്കോട് മയക്കുമരുന്നു കേസിലെ പ്രതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുവള്ളിയിലാണ് നിരവധി മയക്കുമരുന്നു കേസിലെ പ്രതിയായ മഹേഷ് കുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ആലപ്പുഴ മൂന്നാറിൽ അച്ഛൻ വിഷം നൽകിയ പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. ശിവനന്ദയാണ് മരിച്ചത്. ഇളയ മകൾ ശിവകീർത്തന ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കണ്ണൂരിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വിവാദശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി. ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും തിരുത്തട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ടെന്ന ആരോപണം. സനൂപിന് താൽക്കാലികമായി കൃത്രിമ കണ്ണുകൾ വെച്ചു. വടകരയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ ചത്ത തവള. ഏജൻസിക്ക് പൂട്ടിട്ട് ആരോഗ്യ വിഭാഗം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തരുമായി വന്ന ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട കാറിടിച്ചു കയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. സംവിധായകൻ ചിദംബരത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരി വിദേശത്ത്. ഇവർ നാട്ടിലെത്തുമെന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നും പോലീസ് വ്യക്തമാക്കി. ഒരുമിച്ച് മദ്യപിച്ചു, അവസാനിച്ചത് സംഘർഷത്തിൽ. എറണാകുളത്ത് അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചേർത്തല 11-ാം മൈലിനു സമീപം പള്ളിക്കവലയിൽ കാർ ലോറിയിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. നന്ദഗോപാൽ, ആരവ് കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും വീണ്ടും മത്സരിക്കട്ടെ എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. കോന്നി പൂവൻപാറയിൽ മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മൃതദേഹമുണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചു. കണ്ണൂരും കരിപ്പൂരും സർവീസുകൾ റദ്ദ് ചെയ്തു. കട്ടപ്പനയിൽ വീട്ടുകാർ പള്ളിപ്പെരുന്നാളിന് പോയ സമയത്ത് വീട്ടിൽ നടന്ന മോഷണത്തിൽ 16 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. പുളിയൻമല റോഡിലെ പെട്രോൾ പമ്പിന് സമീപം നെല്ലിക്കൽ ജോസഫ് തോമസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ത്യയിൽ പാചകവാതക്ഷാമത്തിന് സാധ്യത. പരിധി ഏർപ്പെടുത്തുമെന്ന് റിപ്പോർട്ട്. റഷ്യൻ എണ്ണയ്ക്കായി വീണ്ടും ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ. പാലക്കാട് പിഷാരടി വേണ്ട. സ്ഥാനാർത്ഥിയാകുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. നാദാപുരത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ 2 പേർക്ക് കൂടി പരിക്കേറ്റു. ലോട്ടറി തൊഴിലാളിയായ സുരേഷിനും വീട്ടമ്മയായ സരസുവിനെയുമാണ് നായ കടിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് CPMനെ സമീപിച്ചു. റിയാദിലെ US എംബസിയിൽ സ്ഫോടനം. ഇറാൻ വാർത്താ ഏജൻസി ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം. ഇറാൻ ഇസ്രായേൽ സംഘർഷം. നട്ടലിന് ശസ്ത്രക്രിയയായി നാട്ടിലേക്ക് തിരിച്ച മലയാളി അബുദാബിയിൽ കുടുങ്ങി. കലശലായ ശ്വാസമുട്ടലിനെ തുടർന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ പെൺകുട്ടിക്ക് മരുന്നുമാറി കുത്തിവയ്പ് നടത്തി. തിരുവനന്തപുരത്ത് വീടിന് പിന്നിൽ ചിതയൊരുക്കി ജീവനൊടുക്കാൻ ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. നളിനകുമാരിയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. അണുങ്ങോട് വടക്കേടത്ത് ജോസഫ് നിര്യാതനായി. 81 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 15,585 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,24,680 രൂപയുമായി. വെള്ളിക്ക് 295 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 215, ലോട്ട് 200, ഒട്ടുപാൽ 138, കുരുമുളക് 670, അടയ്ക്ക 400, കശുവണ്ടി 158, തേങ്ങ 53,
കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 128. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.